അവിയലില് ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മച്ചിയുടെ അവിയല് അരി വെള്ളത്തിൽ ഇട്ടാൽ ചോറ് കലത്തിൽ കയറില്ല, ചോറ് കലത്തിൽ കയറി അമ്മച്ചി അവിയല് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോരൻ എവിടെ? തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സൈഡ് ദോശ. ഓണസദ്യക്കുള്ള കേട്ടോ, ഇന്നത്തെ ഓണസദ്യക്ക് കൊണ്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി ഇത്ര മതി, ഇത്ര ഉള്ളൂ കറക്റ്റ്. തീർന്നു. ചേനയും ചേമ്പും അതെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ അല്ലയോ? വാഴയ്ക്കായി നമ്മുടെ പറമ്പിൽ. ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെയാണ് നമ്മൾ ചന്തയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. ചാക്കെല്ലാം വെള്ളം ഒഴുകിയില്ലേ ചുറ്റിച്ച്. മഞ്ഞപ്പൊടി ഇതെല്ലാം അമ്മച്ചിയുടെ തോരൻ കേട്ടോ, അമ്മച്ചിയുടെ. നമ്മളെല്ലാം സപ്പോർട്ട് ആക്ടർ എന്ന രീതിയിൽ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കരിയാപ്പിലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ചാടിച്ചോ അടച്ചു വെച്ചു. തോരൻ റെഡി ആയിട്ടോ. ഇനി ഉപ്പ് നോക്കണം. ഒത്തിരി വേണ്ടായോ? എന്നാ ഈ പാതി വേഗം പാതി എന്താ അവിയലിന്റെ തേങ്ങപ്പേര് കുറച്ച് തേങ്ങപ്പേര് ഇട്ട് എല്ലാം കൂടി ഇളക്കി ഇനി ആവി കയറി വെന്ത ഇതിനുള്ള എല്ലാ ചേരുവകളും ചേർത്ത് ഇനി വേറെ വെന്ത് ഇറക്കുമ്പോൾ വെളിച്ചെണ്ണ പച്ചവെളിച്ചെണ്ണ അടച്ചു വെച്ചു. ആണോ? വേറെ അടുപ്പില്ല കേട്ടോ. രണ്ടും ചോറ് റെഡിയാകാറായി. അതുപോലെ അവിയൽ അടുപ്പ് കയറി. ചോറ് വെന്തോ നോക്കട്ടെ. ഇച്ചിരി വേകാനുണ്ട്. ഉണ്ടോ? സാമ്പാറായി. സാമ്പാറായി. ഒരു ശക്കെല്ലാം കടുകൂടെ വറുത്താൽ കായത്തിന്റെ മണം കുമ്പുന്നുണ്ടോ? അവിയലെല്ലാം ചേരുവകളെല്ലാം ചേർത്തു. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം അതിൻ്റെ ഇളക്ക് എല്ലാം റെഡിയായി. അത് അവിയൽ വെന്തു. അപ്പൊ അങ്ങനെ അവിയൽ റെഡിയായി സെറ്റായി കേട്ടോ. ഓണത്തിനുള്ള അവിയല്, ഇന്നത്തെ ഉച്ചക്കത്തെ സദ്യക്കുള്ള അവിയൽ, അമ്മച്ചിയുടെ അവിയൽ റെഡിയായി. അമ്മച്ചിയുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. പായസത്തിന്റെ നെയ്യ് ഒഴിച്ച് സേമിയ പായസോ? ഇന്ന് സേമിയ പായസം. സേമിയ ഇടുക. ഇതിനകത്ത് കുറച്ച് വെള്ളവും പഞ്ചസാരയും കൂടെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ പാല് ചേർക്കുക. കപ്പലണ്ടിയും മുന്തിരിങ്ങായും ഇടുവാണ് പായസത്തിൻ്റെ പ്രധാനപ്പെട്ട സാധനം. സേമിയ അതേണ്ട സെറ്റ് ആക്കി കേട്ടോ. എല്ലാം ചാടിച്ചു. ഇനിയുള്ള സുഗന്ധം, പായസത്തിന്റെ സുഗന്ധം. ഏലക്ക പൊടിച്ചത്. പൊങ്ങുന്നുണ്ട്. സ്മെല്ല് പൊങ്ങുന്നുണ്ട്. പായസത്തിന്റെ ഉറവിടം എവിടാന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇല വെട്ടാൻ പോവാണോ? പിന്നെ ഓണത്തിന് ഇലയല്ലേ വേണ്ടേ? താഴെ വെക്ക്. താഴെ വെക്കാൻ ഒരുമിച്ചെടുക്കാം. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ അമ്മച്ചിയുടെ ഓണസദ്യ വട്ടം എല്ലാം റെഡിയായി. അതുപോലെ പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി, നാരങ്ങ അച്ചാറ്, തോരൻ എന്ന് വേണ്ട എല്ലാ ഐറ്റങ്ങളും അമ്മച്ചി തന്നെയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇനി സദ്യ ഇല വെട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്.
കുറച്ച് പേര് വിളിച്ചവർ വന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് സദ്യ ഒരുമിച്ച് കഴിക്കുക. അപ്പം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. കിടന്ന് തപ്പുന്നത് എന്താണെന്നല്ലേ, തുമ്പല വേണം, തുമ്പല, എന്നാലേ അത് കഴിക്കണം എന്നാണ് അപ്പൻ്റെ ഒരു പറച്ചിൽ. അങ്ങനെ തുമ്പലയ്ക്ക് വേണ്ടിയാണ് തപ്പുന്നത്. പലതും പൊട്ടിയതാണ് അല്ലേ, ഒരു സൈഡ് പൊട്ടിയതായി. തുമ്പല കിട്ടാൻ പാടാ. ആ ഒന്ന് കൊടുക്ക്, കുഞ്ഞു കൊടുക്ക്. ആ പപ്പട. ആ അങ്ങനെ തന്നെ നമ്മള് ഓണസദ്യ വിളമ്പിക്കൊണ്ടിരിക്കും. ആ സാരില്ല തരും 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 തരും. പൊടിച്ചോ അത് കുഞ്ഞു പൊടിച്ചോ. ആ എല്ലാം വിളമ്പിയോ. നെയ്യ് കിട്ടിയോ? വേണ്ട, അമ്മാമിക്ക് വേണ്ട, നെയ്യ് വേണ്ട. അപ്പച്ചാ നെയ്യ് കിട്ടിയോ? അപ്പച്ചാ വേണ്ട, അപ്പച്ചന് വേണ്ടായോ? അപ്പച്ചന് വേണ്ട. പപ്പായ്ക്ക് നെയ്യ് കിട്ടിയോ? ആ ആ ആ കഴിക്കുന്നത് പഠിപ്പിക്കുക പിള്ളേരെ. കഴിക്കുന്നത് എങ്ങനെ രീതിയാണ്, ഓണസ്ഥിതി എങ്ങനെ കഴിക്കുന്നത് എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ തോവിത്തെ എങ്ങനെ കഴിക്കുന്നേ? ഈ കോൺ ഇളക്കി കഴിക്കും. പിന്നെ നമുക്ക് മോർ ചെയ്ത് കഴിക്കാം. പപ്പടം പപ്പടം കൂടെ വേണോ? ഇത് കഴിച്ച് അമ്മച്ച് ഫോട്ടോ വെക്കുമ്പോ കഴിച്ചല്ലേ. ഇപ്പൊ ഈ ആഴ്ച പായസം പച്ചമോരൊഴിച്ച്. പച്ചമോര് ആർക്കും വേണോ പറയണേ? ആ തരാം. ആ ആ പച്ചമോര് വേണ്ടവർ പച്ചമോര് കൊടുക്കുക. ആ പഴമിട്ട് ഇളക്കുന്നവരുണ്ട്. ചിലർ ഇളക്കും, ചിലർ ഇളക്കത്തില്ല. അതെങ്ങനെ? ആ അടപ്രമത്തിൻ്റെ അത് ഇളക്കിയാൽ ടേസ്റ്റാ. പായസം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തരുമ്പഴം കഴിക്കത്തില്ല. വേണ്ട. ആ പായസത്തിന്റെ പകരമാണ് തൈരും പഴം കഴിക്കാറുള്ളത്. ഇപ്പൊ നമുക്ക് പായസം ഉള്ളതുകൊണ്ട് ഇനി തൈരും പഴം വേണ്ട. ആ അതാണ് ഈ കാണുന്ന കേട്ടോ എൻ്റെ അമ്മയുടെ ചേട്ടത്തി ഫാമിലി. ഇതാണ് എൻ്റെ വലിയമ്മ, അമ്മയുടെ ചേട്ടത്തി ഫാമിലിയാണ്. എങ്ങനെയുണ്ട് അമ്മേ ഫുഡിനെ പറ്റി അഭിപ്രായം പറഞ്ഞാൽ എല്ലാം അമ്മച്ചി ഉണ്ടാക്കിയ ഫുഡാണ്. അമ്മച്ചിയുടെ കൈപ്പുണ്യമാണ് ഇതിൻ്റെ ടേസ്റ്റ്. എങ്ങനെയുണ്ടോ മോനെ? ഗുഡാ? ആ കഴിച്ചു പഴോ എന്താ വേണ്ടി? വേണ്ട വീടില്ല. അങ്ങനെ ഓണസദ്യ നമ്മുടെ വീട്ടിലെ ഓണസദ്യ. പിന്നെ ഞങ്ങൾ 4 പേരും കൊണ്ട്, ബാക്കി എല്ലാവരും കഴിഞ്ഞിട്ടോ. അപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിക്കുന്നത് അമ്മേ നോക്കി എല്ലാവരും കുട്ടി നോക്കണം കേട്ടോ. കുട്ടി നോക്കണേ. എല്ലാ അമ്മച്ചിയുടെ കുക്കിംഗ് ആണ്. എല്ലാ അമ്മച്ചി ഉണ്ടാക്കിയതാണ്. അവിയല് എങ്ങനെയുണ്ട്? അഭിപ്രായം പറയണോ? ഞങ്ങൾ കണ്ട് സപ്പോർട്ടിങ് ആയിരുന്നു അല്ലയോ? ഞങ്ങൾ കണ്ട് സപ്പോർട്ടിങ് ആയിരുന്നു. സദ്യ നല്ല എന്താ കുറ്റം ഇല്ലാത്തതുകൊണ്ടാണ് പറയാത്തത്. നല്ലതാണ്. നമ്മളെ എവിടെ പോയി കഴിച്ചെന്ന് പറഞ്ഞാലും ഈ ടേസ്റ്റ് കിട്ടത്തില്ല. ഒരുമിച്ച് കൂടി കഴിക്കുമ്പോഴും അങ്ങനെ പലരും കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയ ഉറക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. താഴെ ഇറങ്ങി മോനെ, മണ്ടേ കയറല്ലേ? ആ
അങ്ങനെ ലാസ്റ്റ് അപ്പനും അമ്മയ്ക്ക് വിളമ്പി ബാക്കി എല്ലാവരും കഴിച്ച് ചിലര് മയക്കത്തിലേക്ക് കടന്നു. ഇനി പോയി ഓണം പോയി. ഇന്ന് ഔട്ടോ അല്ലേ തിരുവോണം ഔട്ടം. ഇന്ന് ഔട്ടത്തിന് നമ്മൾ ഒരുങ്ങി. തിരുവോണത്തിന് നമ്മൾ ഇവിടെ ഇല്ലായിരുന്നു. അപ്പച്ചന് ഓണക്കോടി കൊടുക്ക്. അപ്പച്ചന് ഓണക്കോടി, അമ്മോടെ വക അപ്പച്ചന് ഓണക്കോടി. അല്ല ഇവിടെ സംഭവം ഉണ്ടല്ലോ, ഇന്ന് ഔട്ട ദിനത്തിലാണ് നമ്മുടെ വീട്ടിലെല്ലാവരും കൂടിയത്. അപ്പം ഞങ്ങളെ അപ്പ അമ്മയുണ്ട്. ഇത് അമ്മച്ചിയുടെ ഓണസദ്യയാണ്. ഇത് ആ അമ്മയുടെ അപ്പനാട്ടോ. ഇത് അമ്മയുടെ പപ്പയാണ്. അതായത് എൻ്റെ വല്യപ്പനെ, ഇത് എൻ്റെ അപ്പൻ, ഇത് മോനെ, ഇത് അമ്മാച്ചൻ. ഇത് അമ്മാച്ചൻ്റെ കൊച്ചുമോൻ, ഇത് അമ്മാച്ചൻ്റെ വൈഫ്, ഇത് എൻ്റെ ഭാര്യ അറിയാമല്ലോ. ഇതാണ് അമ്മാച്ചൻ്റെ മോനും മോളും ഇതാണ് ഇരിക്കുന്നത്. ഇത് എൻ്റെ ഉപ്പാപ്പൻ്റെ വൈഫ്, അതായത് കൊച്ചമ്മ. അപ്പോൾ ഞങ്ങൾ ഇത്ര പേരെ കൂടിയുള്ളൂ. പലരെയും വിളിച്ചു, പലരും വന്നില്ല. പല കാരണവശാൽ ഓരോരുത്തർ ഓണസദ്യ വീട്ടിൽ ഇന്നലെ തിരുവോണത്തിന് പലരും കൂടിയിട്ടില്ല. അപ്പം പലരും ഇന്നത്തെ പലരും വീടുകളിൽ ആഘോഷങ്ങൾ കൂടി. അപ്പം ഞങ്ങൾ ചെറിയ കൂട്ടമായിട്ട് കൂടി. എൻ്റെ വൈഫിൻ്റെ അപ്പൻ്റെ ഇവിടെ ഉണ്ട്. നല്ല ഫുഡ് കഴിച്ചിട്ട് പപ്പ അവിടെ ഉണ്ട്. പപ്പ ഉറങ്ങിപ്പോയി. ഉറങ്ങി ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. പപ്പ ഉറങ്ങി, അതുകൊണ്ട് വിളിച്ചില്ല. റീനാട് പപ്പ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഫുഡ് കഴിച്ച് ക്ഷീണമാണ് അങ്ങനെ. അപ്പം ഈ ഔട്ട ദിനം ഞങ്ങളെ ചെറിയ രീതിയിൽ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു. ഞങ്ങളുടെ അപ്പച്ചൻ്റെ ഇത് എത്രാമത്തേത്? 4ാം തലമുറയാണ് ഈ ഇരിക്കുന്ന ഈ ചുവന്ന കേട്ടോ. കൊച്ചുമോന്റെ മോൻ. അത് നമ്മള് പഴയ ഒരു വീഡിയോക്കകത്ത് ഇവര് നമ്മളുണ്ട്. അപ്പൊ ഞങ്ങളുടെ അവിടെ ദിന ആശംസകൾ, ഓണാശംസകൾ എല്ലാവരുടെയും വക ഓണാശംസകൾ. ഹാപ്പി ഓണാശംസകൾ. ഓക്കെ, എല്ലാവർക്കും അപ്പച്ചൻ പറഞ്ഞ ഒരു ഓണാശംസകൾ പറഞ്ഞേ. ഓണാശംസകൾ എല്ലാവർക്കും.